കൊല്ലത്ത് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സംഗമം വിജയാരവമായി. തെക്കൻ കേരളത്തിൽ പാർട്ടിയുടെ ശക്തി ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ശ്രീനാരായണ സമുച്ചയത്തിൽ നടന്ന സംഗമം. 7 ജില്ലയിലെ ജനപ്രതിനിധികളാണ് ഒരുമിച്ച് കൂടിയത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് വേരോട്ടമില്ലെന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തെക്കൻ കേരളത്തിൽ നിന്ന് എറണാകുളത്തിന് തെക്കോട്ട് മുസ്ലിം ലീഗിന് വേരോട്ടമില്ല എന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ഞങ്ങളുടെ ഈ സാന്നിധ്യം. അത് മനോഹരമായ ചിത്രമാണ്. ഈ ചിത്രം പ്രവർത്തനം എന്നാണ് ഞാൻ എല്ലാവരും പറയുന്നത്. ഞാൻ വേദിയല്ല, ഈ സദസ്സിന്റെ ചിത്രം. ഇത് ചരിത്ര നേട്ടം തന്നെയാണ്. മഹാനായ സാഹിബും അവരുടെയൊക്കെ സ്വപ്നം, ആ സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിച്ചതിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി നിങ്ങളോരോരുത്തരും മാറിയിരിക്കുകയാണ് ചിന്തിക്കില്ല. തെക്കൻ കേരളത്തിലെ വലിയ നേട്ടങ്ങൾ ഞങ്ങൾക്ക് വടക്കൻ കേരളത്തിലുള്ളവർക്ക് മലബാറിലുള്ളവർക്കും വലിയ ആത്മവിശ്വാസം പകരുന്ന ഒന്നില്ല. മലബാറിൽ നമുക്ക് നല്ല വിജയം ചെയ്തിരിക്കുവാൻ കഴിഞ്ഞു. അതോടൊപ്പം തെക്കൻ കേരളത്തിലും വിജയിച്ചപ്പോൾ കേരളം മുഴുവനും മുസ്ലിം ലീഗിന്റെ ശബ്ദവും മുസ്ലിം ലീഗിന്റെ സന്ദേശവും കേരളം മുഴുവനും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം അധ്യക്ഷത വഹിച്ചു. വർഗീയ പ്രചാരണം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളം മുഴുവൻ നിറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ജയം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളും പിന്തുണ നൽകിക്കൊണ്ട് നേടി എന്നുള്ളത് അഭിമാനകരമായ വലിയ ഒരു സംഗതി തന്നെയാണ്. അത് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. അത് അവിടം കൊണ്ട് നിൽക്കൂല, എത്തേണ്ടിയോടത്ത് എത്തിയിട്ട് മാത്രമേ നമ്മൾ നിർത്തുള്ളൂ എന്നാണ് അതിൻ്റെ അടിസ്ഥാനം. നമ്മളെ ടാർഗറ്റ് ഇതാണ് ഈ വർത്തമാന കാലഘട്ടത്തിലെ പൊളിറ്റിക്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിലെ മന്ത്രിമാര് ആ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതുന്ന ചിലർ എല്ലാവരും നിറയെ വർഗീയതയും വിഭാഗീയതയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ ആത്മവിശ്വാസക്കുറവാണ് അത് കാണിക്കുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലാവാത്ത ഒന്നുണ്ട്, ഇത് കേരളമാണ്, ഇവിടെ അത് നടക്കുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചത്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിലൊക്കെ വന്ന ഈ മാറ്റം എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നല്ല സൂചനയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു വമ്പൻ വിജയമാണ്. സാധാരണഗതിയിൽ UDF അല്പം പരാജയം ഉണ്ടാവേണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയമെങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് എത്ര വലിയ വിജയമായിരിക്കും എന്ന് നോക്കിയാൽ മതി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം, അബ്ദുൽ സമദ് സമദാനി MP, TA അഹമ്മദ് കബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദക്ഷിണ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ നേടിയ വിജയത്തിന് അതേ മലപ്പുറത്തിന്റെ മലബാറിലെ വിജയത്തിന്റെ അവിടുത്തെ പശ്ചാത്തലത്തിൽ നേടിയ വിജയത്തിന്റെ അതേ തിളക്കമുണ്ട്, ജ്വലനമുണ്ട്. ഒരു സമുദായത്തെ തള്ളിപ്പറയാനോ കുറ്റം പറയാനോ അപമാനിക്കാനോ അപഹസിക്കാനോ ഒരിക്കലും മുസ്ലിം ലീഗിന്റെ ഈ 90-75 കൊല്ലത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ പോകും. വർഗീയത ഒരു രോഗമാണ്, രോഗാതുരമായ ഒരു മനസ്സിന്റെ ബാഹ്യ പ്രകടനമാണ്. നമ്മളിവിടെ തീരുമാനിക്കുന്നു, വർഗീയതയോട് രാജിയാവില്ല, വർഗീയതയോട് പൊരുത്തപ്പെട്ടു പോകുന്ന വിഷയമില്ല. ഇരിക്കുന്നത് കൊല്ലത്താണ്, അപ്പുറത്ത് മയ്യനാട് C. കേശവന്റെ നാടാണ്, തൊട്ടപ്പുറത്ത് ചെമ്പഴന്തിയിൽ നാരായണഗുരുവിൻ്റെ നാട്. R. ശങ്കറും A. റഹീമും തോളോട് ഒരു നഗരത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ. ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു മഹാസ്ഥാപനത്തിലാണ് നമ്മളുള്ളത്. നാം ഈ സദസ്സ് ഉത്തരവാദിത്വബോധത്തോട് പറയുകയാണ്, വർഗീയതയുമായി പൊരുത്തപ്പെട്ടു പോകുന്ന പ്രശ്നമില്ല.
മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സാന്നിധ്യം തെക്കൻ കേരളത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രഖ്യാപനത്തോടെയാണ് സംഗമം അവസാനിച്ചത്.